യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ധ്യാനിക്കുന്നത്. അതായത് പ്രാർത്ഥനകളുടെ എല്ലാം മാതൃകാ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥന കേൾക്കുന്നയാൾ തന്നെയാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. ആ ദൈവം തന്നെയാണ് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ സിപ്രിയാൻ്റെ വാക്കുകളിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അനുഗ്രഹിക്കപ്പെടാതെ പോവുകയില്ല. കാരണം നാം ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കർത്താവിൻ്റെ സ്വന്തം വാക്കുകളിലാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് ഈ പ്രാർത്ഥനയുടെ 5 പ്രത്യേകതകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഈ പ്രാർത്ഥന ഉറപ്പുള്ള പ്രാർത്ഥനയാണ്. കാരണം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഉത്തരം ഉറപ്പാണ്. 2, ഇത് ഉചിതമായ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന് യോജിച്ച വിധമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത്. 3, നല്ലൊരു ക്രമമുള്ള പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും 2-ാം ഭാഗം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമാണ്. 4, ഏറ്റവും ഭക്തി നിറഞ്ഞ പ്രാർത്ഥനയാണ്. ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിലും എല്ലാ അർത്ഥങ്ങളും ഉള്ള ഒരു പ്രാർത്ഥനയാണ്. 5, ഏറ്റവും വിനീതമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ നാം മഹത്വപ്പെടുത്തുന്നത് നമ്മയല്ല, മറിച്ച് ദൈവത്തെയാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ലഘുഭാവങ്ങൾ പോലും മോചിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇത്രയും ശക്തവും പ്രധാനവുമായ പ്രാർത്ഥന നാം ഓരോ ദിവസവും പല പ്രാവശ്യം ചൊല്ലുന്നതാണ്. എന്നാൽ നാം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതരം കൊണ്ടല്ല നാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഹൃദയത്തിൽ ഗ്രഹിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ആയതിനാൽ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്ന പാഠം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം കൊണ്ട് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുകയും ആ പ്രാർത്ഥനയനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.